എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാക്ഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ അമേരിക്കൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് സൂചിപ്പിക്കുന്നത് അമേരിക്കയിലൊരു സാന്താക്ലോസ് റാലി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. സാധാരണ രീതിയിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഇയർ എൻഡിനോടനുബന്ധിച്ചാണ് സാന്താക്ലോസ് റാലി എന്നറിയപ്പെടുന്ന ഒരു മാർക്കറ്റ് റാലി അമേരിക്കയിൽ ഉണ്ടാവാറുള്ളത്. തീർച്ചയായിട്ടും മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകൾക്കും ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാറുള്ളത്. അത്തരത്തിലുള്ളൊരു ഇൻഡിക്കേഷനാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളുടെ ക്ലോസിംഗ് ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം അമേരിക്കൻ ഫണ്ടുകളിലേക്ക് 3-4 ആഴ്ചയിലത്തെ ഗ്യാപ്പിന് ശേഷം ഡിസംബർ 17 അവസാനിച്ചിട്ടുള്ള ആഴ്ചയിൽ വലിയ രീതിയിലുള്ള ഫണ്ട് ഇൻഫ്ലോ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി ഫണ്ടുകളിലേക്കാണ് ഇത്തരത്തിൽ കൂടുതൽ ഇൻഫ്ലോ വന്നിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് എമർജിംഗ് പോർട്ട്ഫോളിയോ റിസർച്ച് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ വർഷത്തെ അവസാനത്തെ ക്വാഡ്രപ്പിൾ വിച്ചിങ് ഡേ. അതായത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഓപ്ഷൻസ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, ഇൻഡെക്സ് ഓപ്ഷൻസ്, ഇത്തരത്തിലുള്ള 4 പ്രോഡക്റ്റുകളും എക്സർസൈസ് ചെയ്യുന്ന ഒരു എക്സ്പയറി ഡേ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. സാധാരണ രീതിയിൽ ഇത്തരത്തിലെ ക്വാഡ്രപ്പിൾ വിച്ചിങ് ഡേ വലിയ രീതിയിലുള്ള വോളിയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാവാറുള്ളത്. 7.1 ട്രില്യൺ US$ വർത്ത് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റുകളാണ് കഴിഞ്ഞ ആഴ്ച എക്സർസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വലിയ വോളിയാണ്. അതോടൊപ്പം തന്നെ ഓവറോൾ വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലത്തെ വോളിയം 12 മന്ത് ആവറേജിനേക്കാളും 50% ഹൈ ആണ്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് താഴെ വരുമ്പോഴെല്ലാം തന്നെ വലിയ രീതിയിൽ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ സിറ്റാഡൽ സെക്യൂരിറ്റീസ് ലോകത്തിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊപ്രൈറ്ററി ഫേമാണ്. അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 33 ട്രേഡിംഗ് ഡേയ്സിൽ 32 ട്രേഡിംഗ് ഡേയ്സും അമേരിക്കയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓപ്ഷൻസ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 2026 ഫസ്റ്റ് ക്വാർട്ടർ അതുപോലെ തന്നെ സെക്കൻഡ് ക്വാർട്ടറിലൊക്കെ വീണ്ടും അമേരിക്കൻ മാർക്കറ്റ് മുന്നേറും എന്ന തരത്തിലുള്ളൊരു ഇൻഡിക്കേഷനാണ്. തീർച്ചയായിട്ടും എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഒരു സാന്താക്ലോസ് റാലിക്കുള്ള ഒരു തുടക്കമായിട്ടാണ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയർ എൻഡോട് കൂടിയിട്ട് S&P 500 ഒരുപക്ഷെ 7000 ബ്രേക്ക് ചെയ്തേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ 2026 അമേരിക്കൻ മാർക്കറ്റിന് വീണ്ടും ബെറ്റർ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് 9 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ജനതയ്ക്ക് ഡ്രഗുകളെല്ലാം തന്നെ വളരെ വിലക്കുറവിൽ നൽകണം എന്ന തരത്തിലുള്ളൊരു എഗ്രിമെൻ്റാണ്. ഇതിനു മുമ്പ് 5 കമ്പനികളായിട്ട് സൈൻ ചെയ്തിരുന്നു. ഒപ്പം അടുത്ത ആഴ്ചകളിൽ 3 കമ്പനികളായിട്ട് കൂടി ഇത്തരത്തിലുള്ളൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ പോവുകയാണ്. ടോട്ടൽ 17 ജയൻറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായിട്ടാണ് ഇത്തരത്തിലുള്ള എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം അമേരിക്കയിലത്തെ മെഡിക്കൽ ഇൻഷുറൻസ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓവറോൾ അമേരിക്കൻ ജനതയെ സംബന്ധിച്ച് ഈ അഗ്രിമെൻറ്റ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നതാണ് ഇനീഷ്യലായിട്ടുള്ളൊരു വിലയിരുത്തൽ. അതേസമയം അമേരിക്കയിലേക്ക് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവാണ്. പക്ഷേ ഇതൊക്കെ മുമ്പ് എക്സ്പെക്റ്റ് ചെയ്ത ഒരു അഗ്രിമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിൽ ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ്. ഫർദർ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി മറ്റ് മാർക്കറ്റുകളുടെ കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. അതേസമയം ചൈന, അതുപോലെ തന്നെ ജപ്പാൻ, ഹോങ്കോങ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ജാപ്പനീസ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം കൊറിയൻ മാർക്കറ്റുകളുടെ ക്ലോസിംഗ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കാണ്. ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു ഏഷ്യൻ മാർക്കറ്റുകൾ. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. പക്ഷേ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്
വീക്ക്നെസ്സോടു കൂടിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിലും കണ്ടിരുന്നു. എന്നിരുന്നാലും ഗ്ലോബൽ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു സെൻറ്റിമെൻറ്റും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റുപ്പി കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ലോക്ക് ഹിറ്റ് ചെയ്തിരുന്നു. 91.38 രൂപ പെർ ഡോളറാണ് റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം RBI ഇൻ്റർവെൻഷൻ, അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലാണ് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. 2026 ഇന്ത്യ ആയിരിക്കും AI ഇൻസുലേറ്റഡ് മാർക്കറ്റ് എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. AI ഒരു ബബിളാണെന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും AI റിലേറ്റഡ് ടൂളുകളിലൊന്നും തന്നെ ഇന്ത്യയിലത്തെ വലിയ കോർപ്പറേറ്റുകളൊന്നും തന്നെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സേഫാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് വിദേശ രാജ്യങ്ങളിലുള്ള അനലിസ്റ്റുകളൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം അക്സെഞ്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം ടെക്നോളജി സ്റ്റോക്കുകളിൽ നല്ല റാലിയാണ് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച. അതിനു മുമ്പ് വ്യാഴാഴ്ച തന്നെ TCS ഒരു ഗൈഡൻസ് നൽകിയിരുന്നു. അവരുടെ AI സർവീസസ് റിലേറ്റഡ് റവന്യൂ $1.5 ബില്യൺ അടുത്ത മാസങ്ങളിലും ഇത്തരത്തിലുള്ള റവന്യൂ കൂടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. TCSൻ്റെ എയിം എന്ന് പറയുന്നത് ഗ്ലോബലി ഏറ്റവും വലിയ AI റിലേറ്റഡ് സർവീസസ് നൽകുന്ന കമ്പനിയായിട്ട് മാറാനുള്ള ഒരു എയിമാണ് TCSനുള്ളത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച അമേരിക്കയിലെ ഇൻഫോസിസിൻ്റെ ADRകൾ പ്രീവിയസ് ഡേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 56.41% മുന്നേറിയിരുന്നു. വളരെ സഡൻ സ്പൈക്കാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ട്രേഡിംഗ് ഹോൾട്ട് ചെയ്തിരുന്നു. അതിനുശേഷം നോർമൽ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ക്ലോസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഡേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5.42% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സഡൻ സ്പൈക്കിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് 45-50 മില്യൺ ADRകൾ സ്റ്റോക്ക് ലെൻഡിങ് ബോറോയിങ് മെക്കാനിസത്തിൽ കൂടെ ലെൻഡ് ചെയ്തിരുന്ന ലെൻഡർ 45-50 മില്യൺ ADRകൾ വിഡ്രോ ചെയ്തിരിക്കുന്നു, ലെൻഡിങ്ങിൽ നിന്ന് ബാക്കൗട്ട് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഷോർട്ട് സ്ക്യൂസ് അനുഭവപ്പെടും. അതായത് ഷോർട്ട് സെല്ലേഴ്സിന് സ്റ്റോക്ക് വാങ്ങാൻ പറ്റാത്തൊരവസരം, കിട്ടാൻ പറ്റാത്തൊരവസരം വരും. അങ്ങനെ വരുമ്പോൾ ഷോർട്ട് സെല്ലേഴ്സ് വലിയ രീതിയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങും. അത്തരത്തിലുള്ള ഷോർട്ട് ക്യൂസ് ആണ് ഒരു കാരണമായിട്ട് പറയുന്നത്. മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഒരു പക്ഷേ ഒരു ഫാറ്റ് ഫിംഗർ എറർ ആണോ എന്നൊരു സംശയമുണ്ട്. എന്നിരുന്നാലും ഓവറോൾ ടെക്നോളജി സ്റ്റോക്കുകൾ എന്നെല്ലാം തന്നെ അക്സെഞ്ചറിൻ്റെ റിസൾട്ടിന് ശേഷം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് തന്നെയാണ് ഈ ആഴ്ചയിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ടെക്നോളജി സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് TCS, ഇൻഫോസിസ്, സൈൻഡ് ലിമിറ്റഡ്, ടെക് മഹീന്ദ്ര, L&T ടെക്നോളജി സർവീസസ്, L&T മൈൻഡ്ട്രീ, ടാറ്റ എലക്സി, ടാറ്റ ടെക്നോളജീസ്, വിപ്രോ, ഇത്തരത്തിലുള്ള AI റിലേറ്റഡ് ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ടെക്നോളജി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നൽകുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ കമോഡിറ്റി മാർക്കറ്റിലത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് ഗോൾഡ് വീണ്ടും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $4,337.7 പെർ ഔൺസിനാണ് കഴിഞ്ഞ ആഴ്ചയിൽ സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം സിൽവർ വീണ്ടും വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $67.5 പെർ ഔൺസാണ് പുതിയ സ്പോട്ട് സിൽവർ റെക്കോർഡ് ഹൈ ക്ലോസ് ചെയ്തിരിക്കുന്നത്. $67.1 പെർ ഔൺസാണ്. അതോടൊപ്പം അലുമിനിയം വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക് ടു വീക്ക് കോപ്പറും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റെക്കോർഡ് ഹൈനടുത്താണ് കോപ്പറും ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിങ്ക്, അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഈ കമോഡിറ്റികളാണ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ കോപ്പർ, അലുമിനിയം, സിൽവർ, ഗോൾഡ്, ഈ കമോഡിറ്റികളൊക്കെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ കമോഡിറ്റികളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഗ്ലോബലി വന്നുകൊണ്ടിരിക്കുന്നത്. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിൽവർ ട്രേഡേഴ്സിൻ്റെ ഇടയിലും റിസർച്ച് അനലിസ്റ്റുകളുടെ ഇടയിലും നടത്തിയിട്ടുള്ളൊരു പോള് സൂചിപ്പിക്കുന്നത്
2025 നൽകിയിട്ടുള്ള റിട്ടേൺ തന്നെ ഒരു പക്ഷേ സിൽവറിൽ 2026 നൽകിയേക്കും എന്ന തരത്തിലുള്ള ഒരു ഒപ്പീനിയൻ പോളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോപ്പർ, ഗോൾഡ്, പ്ലാറ്റിനം സിൽവറും ഈ വർഷത്തെ ഗെയിൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വലാണ്. 126% സിൽവർ ഗെയിൻ നൽകിയിട്ടുണ്ട്. അറൗണ്ട് 120% പ്ലാറ്റിനം ഗെയിൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷത്തേക്കുള്ള ഒരു റാലിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള മുന്നേറ്റത്തിനെ കരുതാം. അപ്പോൾ ഓവറോൾ കമോഡിറ്റി സെഗ്മെൻറ്റിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് തന്നെയാണ്, ഇമ്പാക്റ്റ് തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും. കഴിഞ്ഞ ആഴ്ചയിലത്തെ മേജർ ഇവൻ്റ് ആയിരുന്നിട്ടുള്ള ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത പോലെ 0.25% നിരക്കിലെ ഇൻട്രസ്റ്റ് റേറ്റ് ജപ്പാനിൽ കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 0.75% ആണ്. അതേസമയം 10 ഇയർ ബോണ്ട് ഈൽഡ് 2% ഉയർന്നിരിക്കുകയാണ് ജപ്പാനിൽ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷവും ഒരുപക്ഷെ ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ വലിയ രീതിയിൽ ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ക്യാരി ട്രേഡ് വീണ്ടും അൺവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ അതിൻ്റേതായ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് റിയാക്ഷൻസ് കറൻ്റ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതേസമയം വലിയ രീതിയിൽ വീണ്ടും വലിയ ലെവലിൽ ഇൻട്രസ്റ്റ് റേറ്റ് ജപ്പാനിൽ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ടായേക്കാം. അത്തരത്തിലുള്ളൊരു വൊളാറ്റിലിറ്റി നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ അമേരിക്കയിലത്തെ മറ്റ് സെക്ടർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് സ്റ്റോക്കുകളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നവംബർ മാസത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഹണിവെൽ ഇൻ്റർനാഷണലിൻ്റെ സബ്സിഡിയറി ഉണ്ട് ക്വാണ്ടിനോം എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിവേവ് ക്വാണ്ടം, അയോൺ ക്യൂ ഇൻകോർപ്പറേഷൻ, ഈ 3 കമ്പനികളും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് ഇത്തരത്തിലുള്ള കമ്പനികളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഏറ്റവും മേജർ ത്രെട്ട് വരാൻ പോകുന്ന ക്രിപ്റ്റോ കറൻസികൾക്കാണ്. കാരണം ക്രിപ്റ്റോ കറൻസികളുടെ എൻക്രിപ്ഷനൊക്കെ ബ്രേക്ക് ചെയ്യും. തീർച്ചയായിട്ടും ബിറ്റ് കോയിനൊക്കെ ഒരു പക്ഷേ വലിയ രീതിയിൽ ഫാൾ ചെയ്തേക്കാം. അത്തരത്തിലുള്ള ഒരു ഇവൻ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. വലിയ രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ക്വാണ്ടം കമ്പ്യൂട്ടർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് ക്രിപ്റ്റോ കറൻസി രംഗത്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് അടുത്ത ഒരു ഇന്നൊവേഷനായിട്ട് അമേരിക്കയിലെ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും വലിയ രീതിയിൽ നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോസ് തന്നെയാണ് ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഗ്ലോബൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഹണിവെൽ ഇൻ്റർനാഷണൽ, ഡിവേവ് ക്വാണ്ടം, അയൺ ക്യൂ ഇൻകോർപ്പറേഷൻ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ഫെസിലിറ്റീസ് നമ്മളും ഒരുക്കുന്നുണ്ട്. ഗ്ലോബൽ സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ ഇത്തരത്തിൽ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്ക വലിയ രീതിയിൽ ടാരിഫ് ഇമ്പോസ് ചെയ്തപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ധാരാളം മെഷേഴ്സൊക്കെ എടുത്തിരുന്നു. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ നമ്മുടെ എക്കണോമിയിലുണ്ട്, നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ വലിയ രീതിയിലുള്ള ബില്ലുകളൊക്കെ തന്നെയാണ് പാസ്സാക്കിയിട്ടുള്ളത്. ന്യൂക്ലിയർ ബിൽ 2025 പാസ്സാക്കിയിരുന്നു. അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് സെക്ടറിൽ 100% ഉയർത്തിയിട്ടുള്ള ബില്ലൊക്കെ പാസ്സാക്കിയിരുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ അതാത് സെക്ടറിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള റിഫോം മെഷേഴ്സ് ഉണ്ടാവും, കസ്റ്റംസ് റിഫോംസ് ഉണ്ടാവും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിന് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രി പുതിയൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് കോഡ് 2025 ആണ് ഈ ബില്ല്. ഈ ബില്ല് പഴയ 3 ബില്ലുകൾ റീപ്ലേസ് ചെയ്യാണ്. സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്
ആക്ട് 1956, സെബി ആക്ട് 1992, ഡെപ്പോസിറ്ററീസ് ആക്ട് 1996. ഈ 3 ബില്ലുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് കോഡ് 2025 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഓംബുഡ്സ്മാനും കൂടി അപ്പോയിൻ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിസ്പ്യൂട്ട്സ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ളൊരു ഓംബുഡ്സ്മാൻ ആദ്യമായിട്ടാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വരുന്നത്. തീർച്ചയായിട്ടും ഈ ബില്ലും വളരെ സിംപ്ലിഫൈഡ് രൂപത്തിലായിട്ടും വരാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു സിംഗിൾ കോഡ് അലോക്കേഷനൊക്കെ ഈ ബില്ലൊക്കെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ ഇൻവോൾവ് ചെയ്യാനുള്ള അവസരം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പല ആക്ടിവിറ്റീസും ഇതിലൂടെ ഇൻവെസ്റ്റേഴ്സിന് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിഫോം ഓറിയൻറ്റഡ് മെഷേഴ്സ് എല്ലാം തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ബിൽ 2025 പാസ്സായതിനു ശേഷം അഡാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെ പോസിറ്റീവാണ്. അഡാനി ഗ്രൂപ്പ് സ്മോൾ മോഡുലർ റിയാക്ടർ രംഗത്തേക്കും കൂടി കടക്കാണ്. 8 സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് UP-യിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. 200 മെഗാവാട്ട് ആണ് ഈച്ച് SMRൻ്റെയും പവർ ജനറേറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 1.6 ഗിഗാവാട്ട് പവർ ജനറേറ്റ് ചെയ്യാനുള്ള ന്യൂക്ലിയർ പവറാണ് അഡാനി ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനായിട്ടുള്ള ഡിസ്കഷൻ നടക്കുകയാണ്. സ്മോൾ മോഡുലർ റിയാക്ടർ കമ്പാരിറ്റീവ്ലി ന്യൂ പ്രൊഡക്റ്റാണ്, ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 2 സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് മാത്രമാണ് ഓപ്പറേഷണലൈസ് ആയിട്ടുള്ളൂ. ഒന്ന് ചൈനയിലും ഒന്ന് റഷ്യയിലാണ്. മോഡ്യൂൾസായിട്ട് ഫാക്ടറികളിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയാണ് സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ്. ഇതിന് റേഡിയേഷൻ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ പവർ ജനറേറ്റിംഗ് കപ്പാസിറ്റിയും കുറവായിരിക്കും. വലിയ ന്യൂക്ലിയർ റിയാക്ടറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ന്യൂ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റാണ്. ഇത് 30 വർഷമാണ് ഇതിൻ്റെ ലൈഫൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2 SMRകൾ മാത്രമാണ് ഗ്ലോബലി ഇപ്പോൾ ഓപ്പറേഷണലൈസ് ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇന്ത്യയുടേതായ രീതിയിലുള്ള ഭാരത് മോഡൽ റിയാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 20,000 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് R&Dക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവാണ്. ബില്ലുകൾ പാസ്സാക്കുമ്പോൾ സാധാരണ രീതിയിലൊരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ അതാത് സെക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകളൊക്കെ കാണിക്കാറുണ്ട്. അത്തരത്തിലുള്ള റിയാക്ഷനിൽ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അപ്വേർഡ് മൊമെൻറ്റത്തിൽ പ്രോഫിറ്റിലിരിക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ നല്ല പ്രോഫിറ്റ് എടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് 5 6 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ വയബിലിറ്റി അല്ലെങ്കിൽ ഫീസിബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വലിയൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ ലോങ് ടൈമിലേക്ക് മാത്രമാണ് ഇതിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഈൽഡൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റിയാണ് പല കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. മറ്റൊരു ന്യൂസ് ഉള്ളത് RT ഇൻഡസ്ട്രീസ് ആണ്. അവർക്ക് ധാരാളം റോ മെറ്റീരിയൽസ്, സ്പെഷ്യാലിറ്റി കെമിക്കൽ രംഗത്തുള്ള റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ ലഭ്യത അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ കമ്പനിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് അവർ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് മെയ്സ് സ്റ്റാർച്ച് ബേസ്ഡ് ഫെർമെൻറ്റേഷൻ പ്ലാന്റിൽ നിന്ന് സോഡിയം ഗ്ലൂക്കോണേറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റാണ് ഇത്തരത്തിലുള്ളത്. തീർച്ചയായിട്ടും ഗുജറാത്ത് അംബുജ എക്സ്പോർട്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറാലോയ്സ് ലിമിറ്റഡ്
വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഫെറോക്രോം രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഫെറോക്രോം രംഗത്ത് ഇന്ത്യയിലത്തെ ലാർജസ്റ്റ്, അതുപോലെ തന്നെ വേൾഡിലത്തെ 6th ലാർജസ്റ്റ് കമ്പനിയാണ്. ടാറ്റാ സ്റ്റീലിൽ നിന്ന് ഈ അടുത്ത് കലിംഗ നഗർ ഫെറോക്രോം പ്ലാന്റ് ഈ കമ്പനി അക്വയർ ചെയ്തിരുന്നു. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഈ അക്വിസിഷനിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ടോപ്പ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ചൈന, സൗത്ത് ആഫ്രിക്ക, കസാക്കിസ്ഥാൻ, 4th നിൽക്കുന്ന ഇന്ത്യയാണ്. നമ്മൾ നെറ്റ് എക്സ്പോർട്ടറാണ്. ഈ ഫെറോക്രോം എന്ന് പറയുന്ന അയണിൻ്റെയും അതുപോലെ തന്നെ ക്രോമിയത്തിൻ്റെയും ഒരു അലോയി ആണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാനുഫാക്ചറിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ സ്ട്രെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാവിയിൽ സ്റ്റീലൊക്കെ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, സ്ട്രെങ്ത്തും വേണം. അത്തരത്തിലുള്ള അപ്ലിക്കേഷൻസൊക്കെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ മെറ്റൽ ആൻഡ് ഫെറോ അലോയ്സ് ലിമിറ്റഡിനെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ്. അപ്പോൾ ഈ കമ്പനി ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അതോടൊപ്പം അഡാനി ഗ്രൂപ്പ് ഇപ്പോൾ 7 എയർപോർട്ടുകളാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 8ാമത്തെ നവി മുംബൈ ഓപ്പറേഷണലൈസ് ആവുകയാണ്. ഇനി വരാൻ പോകുന്ന ബിഡിങ്ങിൽ 12 എയർപോർട്ടുകൾ ബിഡ് ചെയ്യാനാണ് അഡാനി ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 60 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽസും ആരംഭിക്കാനുള്ള പ്ലാനിലാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ 2027, 28 അല്ലെങ്കിൽ 29 ഫൈനാൻഷ്യൽ ഇയറിൽ അഡാനി എയർപോർട്ട്സ് ലിമിറ്റഡ് ഡിമർജ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. IPO റൂട്ടല്ല. മുമ്പ് അഡാനി അവലംബിച്ചിരുന്ന രീതിയായിരുന്നു ഒരു കമ്പനിയിൽ നിന്ന് അത് ഒരു ഡിവിഷൻ ഡീമർജ് ചെയ്ത് പ്രൊമോട്ടർ റിച്ച് ആവുന്നതിനോടൊപ്പം ഇൻവെസ്റ്റേഴ്സിനെയും കൂടി അതിൻ്റെ ബെനിഫിറ്റിൽ ഉൾപ്പെടുത്തുന്ന രീതിയാണ് ഡീമർജർ. അത്തരത്തിൽ അഡാനി എയർപോർട്ട് ഡിമർജ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഷിപ്പ് ബിൽഡിംഗ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് അടുത്ത വർഷങ്ങളൊക്കെ വളരെ പ്രോമിസിങ് ആണ്. ഇന്ത്യയിലത്തെ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഡിഫൻസിന് വേണ്ടിയുള്ള ഷിപ്പുകളാണ് ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരുന്നിരുന്നത്. പുതിയ ഷിപ്പിംഗ് പോളിസി പ്രകാരം വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനികൾക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. ഇനി കമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിംഗ് രംഗത്തേക്കും കടക്കാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ്, അതുപോലെ തന്നെ മറ്റ് കമ്പനികളായ GRSE, മസഗണ്ടോക്ക് റീസെൻ്റായിട്ട് ഷിപ്പ് ബിൽഡിംഗ് ആക്ടിവിറ്റീസ് വലിയ രീതിയിൽ വിപുലീകരിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് അതാത് സെക്ടറുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 505.02 ഗിഗാവാട്ടാണ് നമ്മുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് പവർ ജനറേറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. ഇതിൽ 2.46 ഗിഗാവാട്ട് 245.6 ഗിഗാവാട്ട് ഫോസിൽ ഫ്യൂവൽസിൽ കൂടിയാണ്. അതേസമയം റിന്യൂവബിൾ എനർജി സോഴ്സിൽ കൂടി 259.42 ഗിഗാവാട്ടാണ്. ന്യൂക്ലിയർ പവർ രംഗത്ത് 8.78 ഗിഗാവാട്ടാണ് പവർ ജനറേറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഇന്ത്യയുടെ കപ്പാസിറ്റി 2030 ആവുമ്പോഴേക്കും റിന്യൂവബിൾ എനർജി രംഗത്ത് നിന്ന് 500 ഗിഗാവാട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള അഡീഷൻസാണ് ഈ രംഗത്ത് പവർ ജനറേറ്റിംഗ് രംഗത്ത്, പ്രത്യേകിച്ച് വിൻഡ് പവർ, അതുപോലെ തന്നെ പമ്പ്ഡ് സ്റ്റോറേജ്, റിന്യൂവബിൾ എനർജി രംഗത്ത്, അതുപോലെ തന്നെ സോളാർ പവർ ജനറേറ്റിംഗ് രംഗത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ പവർ സെക്ടർ രംഗത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡാറ്റാ സെൻറ്റർ ബിസിനസ് വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ധാരാളം ഡാറ്റാ സെൻറ്റേഴ്സൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പവർ ജനറേഷനും കൂട്ടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പവർ ഇല്ലാതെ ഒന്നും നടക്കില്ല ഭാവിയിൽ. അതുകൊണ്ട് തന്നെ പവർ ജനറേറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഡേയ്സ് തന്നെയാണ് എഹഡുള്ളത്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡസ്ട്രീസ് പുതിയ സെക്ടറുകളിലേക്കൊക്കെ കടക്കുകയാണ്. ആ സമയങ്ങളിലൊക്കെ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് റീ ഇൻഷുറൻസ്. അപ്പോൾ ഈ റീ ഇൻഷുറൻസ് രംഗത്തുള്ള ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനാണ്. 82.4% ഗവൺമെൻറ്റാണ് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്.
വളരെ കൺസർവേറ്റീവായിട്ട് ഫണ്ടമെൻ്റൽസ് മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ വളരെ ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു റീ ഇൻഷുറൻസ് കമ്പനിയാണ് GIC. അപ്പോൾ ഈ സ്റ്റോക്കും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഹിറ്റാച്ചി എനർജിയാണ്. മറ്റൊരു സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ വാങ്ങിയിട്ടുള്ള ടാറ്റ എലക്സിയാണ്. ടാറ്റ എലക്സി റീസെൻ്റായിട്ട് കവച് സെഗ്മെൻറ്റിലേക്കും കൂടി കടന്നിരുന്നു. കവച് ഇംപ്ലിമെൻറ്റേഷനിൽ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്ത 5-6 വർഷത്തിനുള്ളിൽ 50,000 കോടി രൂപയുടെ ഓപ്പർച്യൂണിറ്റിയാണ് ഈ രംഗത്തുള്ളത്. അപ്പോൾ ടാറ്റ എലക്സിയും കൂടി ആ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹണിവെൽ ഇൻ്റർനാഷണൽ, ഇന്ത്യയിലും ഹണിവെൽ ഗ്രൂപ്പിൻ്റെ കമ്പനി ലിസ്റ്റഡ് ആണ്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും ഹണിവെൽ ഇൻ്റർനാഷണൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കും. അപ്പോൾ ഇന്ത്യയിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹണിവെല്ലിനെ സംബന്ധിച്ചും പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കാർ എക്സ്പോർട്ട്സ് രംഗത്ത് വലിയ ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മെയ്ഡ് കാറുകൾക്ക് വലിയ ഡിമാൻഡാണെന്നാണ് മാരുതിയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 100 രാജ്യങ്ങളിലേക്ക് ജിമ്മിനി റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിരുന്ന ഒരു SUV ആണ് മാരുതി ജിമ്മിനി. 100 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസ്, ജപ്പാൻ, അതുപോലെ തന്നെ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ചിലെ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഫ്രാൻസും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിറ്റാരയുടെ EV ആണ് ഓൾറെഡി യൂറോപ്പിലേക്ക് എക്സ്പോർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാരുതിയാണ് മേജർ ഗെയിനറായിട്ട് ഈ എക്സ്പോർട്സ് രംഗത്ത് മേജർ ഗെയിനറായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ് ഒക്കെയാണ് ലിസ്റ്റഡ് പ്ലേയേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ന്യൂസും ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ന്യൂ ഇയർ വരെയാണ്. ന്യൂ ഇയറിന് മുമ്പ് തന്നെ ഹോട്ടൽ റേറ്റുകളെല്ലാം തന്നെ 10 മുതൽ 16% വരെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 150-200% ബുക്കിംഗ് ആൻഡ് ഡിമാൻഡ് ആണുള്ളത്. തീർച്ചയായിട്ടും ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം BEML ബുള്ളറ്റ് ട്രെയിൻ രംഗത്ത്, അതുപോലെ തന്നെ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ സെറ്റൊക്കെ ഉണ്ടാക്കുന്ന രംഗത്ത് BEML ആണ്. ഗവൺമെൻറ് ഓൺ ഡിഫൻസ് റിലേറ്റഡ് കമ്പനിയും കൂടിയാണ്. 110 കോടി രൂപ ഓർഡർ വീണ്ടും ബാഗ് ചെയ്തിരിക്കുന്ന എൻജിൻ സപ്ലൈക്ക് വേണ്ടിയാണ്, ഡിഫൻസിലേക്കാണ്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസും ഡിസ്കൗണ്ടഡ് ആണ്. അതേസമയം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 2025 റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു. 2026 വലിയ IPOs ഒക്കെ ധാരാളം വരുന്നുണ്ട്. റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു IPOയുടെ കാര്യം നോക്കുകയാണെങ്കിൽ MV ഫോട്ടോവോൾട്ടൈക് പവർ ലിമിറ്റഡ് 217 രൂപയ്ക്കാണ് അവർ IPO പ്രൈസ് ഓഫർ ചെയ്തിരുന്നത്. ലിസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ പോരാണ് ഉണ്ടായത്. ഇപ്പോൾ അറൗണ്ട് 185 രൂപ റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത് ഈ കമ്പനി. അവർ IPO പ്രോസ്പെക്ട്സിൽ പറഞ്ഞ രീതിയിലുള്ള കപ്പാസിറ്റി എക്സ്പാൻഷനും കൂടി നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കമ്പനിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ന്യൂസ് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കപ്പാസിറ്റി എക്സ്പാൻഷൻ. ഇപ്പോൾ അവരുടെ സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റി 10.3 ഗിഗാവാട്ടായിട്ട് ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻ ന്യൂസുകൾ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ നൽകാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ India-US ട്രേഡ് റിലേറ്റഡ് ഡിസിഷൻസ് വരാനുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മേലുള്ള ടാരിഫുകൾ ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഈ ഇയർ എൻഡ് ആവുമ്പോൾ എടുത്തു കളഞ്ഞേക്കുമെന്നത്തെ റിപ്പോർട്ടുകളൊക്കെ അമേരിക്കയിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ ഇയർ എൻഡോടുകൂടി മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തുകൊണ്ട് 2026 പുതിയ ഉയരങ്ങളിലേക്ക് നമ്മുടെ മാർക്കറ്റ് മുന്നേറും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ, ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം, ഈ കമോഡിറ്റികളും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നാളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റീസെൻ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹീറ്റ് ചെയ്തുകൊണ്ട് ഈ ഇയർ എൻഡോട് കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹീറ്റ് ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.